ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കരകുളത്താണ്. നമ്മുടെ വഴയിലയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന വഴിയിലുള്ള കരകുളത്താണ്. കരകുളം കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു 250 മീറ്റർ മാറി കെൽട്രോൺ അരുവിക്കര റോഡാണ് കേട്ടോ. ആ കെൽട്രോൺ അരുവിക്കര റോഡിലേക്ക് നമുക്ക് കുറച്ച് ദൂരം വരുമ്പം തന്നെ കെൽട്രോൺ നഗർന്ന് കാണാം. ആ കെൽട്രോൺ നഗറിനകത്തേക്ക് നമുക്ക് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് 10 മീറ്റർ മാറി, അതായത് കെൽട്രോൺ അരുവിക്കര റോഡിൽ നിന്ന് മൂന്നാമത്തെ പ്ലോട്ടായിട്ട് നമുക്കിതാ ഈ കാണുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. ടോട്ടലായിട്ട് 30 സെൻറ്റാണ് വരുന്നത്. നല്ല നീറ്റായിട്ടുള്ള നല്ല പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു പ്ലോട്ടാണ്. റോഡ് നിരപ്പിൽ നിന്ന് ഒത്തിരിയധികം ഉയർന്നിട്ട് നല്ല ലെവലായിട്ടാണ് പ്ലോട്ടുള്ളത്. അതായത് റോഡിൽ നിന്ന് നമുക്കിങ്ങനെ പൊങ്ങി വന്നിട്ട് പിന്നീട് പെർഫെക്റ്റ്ലി ഇങ്ങനെ ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ടാണ്. അതുപോലെ തന്നെ ചുറ്റും കോമ്പൗണ്ട് മതിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലോട്ട് മൊത്തത്തിലാണെങ്കിൽ കൊടുക്കും, അതല്ല പ്ലോട്ടുകൾ തിരിച്ചു വേണമെങ്കിൽ കൊടുക്കും. മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 5,4 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. 1 സെൻറ്റിന് 5,4 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ടോട്ടലായിട്ട് 30 സെൻറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു റൗണ്ട് ചെയ്തൊരു 1.5 കോടിക്കൊക്കെ വാങ്ങാൻ പറ്റുമെന്നുണ്ട് കേട്ടോ. നല്ല പ്രോപ്പർട്ടി, പക്ഷേ ബഡ്ജറ്റ് ഇല്ലാണ്ടായിപ്പോയി. ഇതായിരുന്നെങ്കിൽ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കിലോട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു വീട് വെച്ച് പിൻവശത്തേക്ക് ഒത്തിരി നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ, നമുക്ക് ഈ ഫാമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല രസമുള്ളൊരു പ്രോപ്പർട്ടി, റോഡ് അതുപോലെ നല്ല റോഡ് അക്സസിബിലിറ്റി ഉള്ളൊരു ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനി ഇതിൽ പ്ലോട്ടുകൾ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൽ വഴി ഫോം ചെയ്ത് ബാക്കി പ്ലോട്ടുകൾ തിരിച്ച് കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ആ വഴി ഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിൽ ലാൻഡിൽ ലോസ് വരും. അതായത് വഴിക്ക് കുറച്ച് സ്ഥലം പോകും. ആ സ്ഥലം പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും. പ്ലോട്ടുകൾ തിരിക്കുമ്പോഴത്തേക്കും നോർമലി വരുന്നത് പോലെ തന്നെ നമുക്ക് 5,4 എന്നുള്ളത് റേറ്റ് മാറുന്നുണ്ടാവും. എന്തായാലും നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഡീലായിരിക്കും. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് വീടുകളാണ്. നല്ല അടിപൊളിയായിട്ടുള്ള റെസിഡൻഷ്യൽ ലൊക്കേഷനാണ്. ഈ സൈഡിൽ നോക്കുവാണെങ്കിൽ ഫുള്ള് വീടുകളാണ്. പിൻവശത്തേക്കും ഈ വശത്തേക്കും എല്ലാം ഫുള്ളായിട്ട് വീടുകളാണ്. നമുക്കിതിൽ വഴി ഫോം ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു അറ്റത്തൂടെ വഴി ഇട്ടതിന് ശേഷം നമുക്ക് റൈറ്റ് സൈഡിലോ അല്ലെങ്കിൽ നടുവിലൂടെ വഴിയിട്ട് 2 സൈഡിലായിട്ടോ പ്ലോട്ടുകളാക്കി ഡിവൈഡ് ചെയ്തും കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ ഓണറുമായിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്ലോട്ട് തിരിച്ച് കൊടുക്കും. പക്ഷേ അതാണെങ്കിൽ റേറ്റ് മാറിക്ക് പോകും. റേറ്റ് വന്നിട്ട് കുറച്ചുകൂടെ ചേഞ്ച് ആവും. മൊത്തത്തിലാണെങ്കിൽ നമുക്ക് സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില 5,4 ലക്ഷം രൂപയാണ്. നമുക്ക് കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് 250 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ നമുക്ക് തൊട്ടടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുകയാണെങ്കിൽ ലോക മെഡിസിറ്റി, ഇപ്പോൾ പുതുതായിട്ട് നമുക്കിവിടെ വന്നൊരു ഹോസ്പിറ്റലാണ്. അത് വരുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് 750 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇനി നമുക്ക് തിരുവനന്തപുരത്ത് പേരൂർക്കട കയറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു 6-7 മിനിറ്റ്സ് ഡ്രൈവിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ പേരൂർക്കട എത്താം. വഴയിലേക്ക് അടുത്താണ്. അതുവഴി നമുക്ക് സിറ്റിയിലേക്ക് നല്ല ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ്. ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് ഇതിൻ്റെ ഓണറിനെ തന്നെ നേരിട്ട് വിളിച്ചോ, നമുക്ക് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് വഴയിലയിൽ നിന്ന് കെൽട്രോണിലേക്ക് ഈ ഒരു റോഡിന് ഇടഭാഗം ഇപ്പോൾ അടച്ചു വെച്ചേക്കുവാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ആ റോഡ് ക്ലോസ്ഡ് ആണ്. നമുക്ക് ശരിക്കും ചുറ്റിയാണ് വരേണ്ടത്. നമ്മുടെ വഴയിലയിൽ നിന്ന് വലത്തോട്ട് കയറി അങ്ങനെ കാച്ചാണി വഴി അങ്ങനെ കറങ്ങി വേണം ഇപ്പോൾ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ. നമുക്ക് നേരിട്ടല്ലാണ്ട് എത്തുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വഴയിലയിൽ നിന്ന് നെടുമങ്ങാട് പോകുന്ന ആ ഒരു റോഡ് അത് ശരിക്കും അവർ തേനി ഹൈവേ ആണ് കേട്ടോ. തേനിയല്ല, തെന്മല ഹൈവേ. അപ്പോൾ അതിൻ്റെ ഒരു വൈഡനിങ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിപ്പം താമസിക്കാണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല റോഡ് വൈഡനിങ് വരുന്നുണ്ടാവും. അപ്പോൾ അതുകൂടെയൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഒരു കളർ അങ്ങ് മാറും കേട്ടോ. നമുക്ക് ഈ ആക്സസിബിലിറ്റി വരുന്തോറും നമുക്ക് ലാൻഡിലേക്കുള്ള ഒരു കണക്ടിവിറ്റി ഇഷ്യൂസും നമുക്ക് നല്ലതുപോലെ സോൾവ് ചെയ്യാൻ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും പ്രൈസിലും വേരിയേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെ ആയിരിക്കും. വില്ല പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നവർക്കായാലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ലേ.